എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ പ്രപ്പസിഷൻസിൻ്റെ യൂസേജ് ആണ് നോക്കുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: എനിക്ക് രാവിലെ 6 മണിക്ക് അവൻ്റെ സന്ദേശം ലഭിച്ചു. ഇതെങ്ങനെ പറയും? നമുക്കറിയാം ലഭിക്കുക എന്ന് പറയുന്നത് റിസീവ് എന്നാണ്. അപ്പോൾ ലഭിച്ചു എന്ന് പറയാൻ received. So I received his message at 6 in the morning. I received his message at 6 in the morning. I received his message എന്ന് പറഞ്ഞാൽ എനിക്ക് അവൻ്റെ സന്ദേശം ലഭിച്ചു എന്നാണ്. At 6 in the morning എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക്. ഇവിടെ 6 മണി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പ്രൊപ്പസിഷൻ അറ്റ് യൂസ് ചെയ്തത്. അതായത് സ്പെസിഫിക് ആയിട്ടൊരു ടൈം പറഞ്ഞാൽ അവിടെ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ദിവസത്തെ പല സമയങ്ങൾ, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, ഇത്രയും പറയുമ്പം നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇൻ ദ മോർണിംഗ്. ഐ റിസീവ്ഡ് ഹിസ് മെസ്സേജ് അറ്റ് 6 in the morning. ഇനി അടുത്ത സെൻറ്റൻസ്: എനിക്ക് ഉച്ചയ്ക്ക് അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരണം. പോയി വിളിച്ചു കൊണ്ടുവരുന്നതിന് നമ്മൾ ഫെച്ച് എന്ന വാക്ക് യൂസ് ചെയ്യും. So, I need to fetch her from school in the afternoon. I need to fetch her from school in the afternoon. I need to fetch her എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണം എന്നാണ് മീനിങ്. ഫ്രം സ്കൂൾ എന്ന് പറഞ്ഞാലോ സ്കൂളിൽ നിന്ന്. ഉച്ചയ്ക്ക് എന്ന് പറയാനാണ് in the afternoon. I need to fetch her from school in the afternoon. ഇനി അടുത്തത് അർദ്ധരാത്രിക്ക് അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് കട അടയ്ക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ദ ഷോപ്പ് ക്ലോസസ് അറ്റ് മിഡ് നൈറ്റ്. ദ ഷോപ്പ് ക്ലോസസ് അറ്റ് മിഡ് നൈറ്റ്. മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി എന്നാണ് മീനിങ്. സോ മിഡ് നൈറ്റ്, നൂണ്, നൈറ്റ്, ഇതിൻ്റെ കൂടെ എപ്പോഴും പ്രൊപ്പസിഷൻ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, ഇന്ന് രാത്രി നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് എന്തു പറയുന്നു? അപ്പോൾ അതെങ്ങനെ ചോദിക്കും? വാട്ട് അബൌട്ട് ഗോയിങ് ഫോർ എ വാക്ക് ടു നൈറ്റ്? വാട്ട് അബൌട്ട് ഗോയിങ് ഫോർ എ വാക്ക് ടു നൈറ്റ്? ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോവുക എന്നാണ് മീനിങ്. സോ ഇന്ന് രാത്രി എന്ന് പറയേണ്ടത് കൊണ്ട് അവിടെ ടു നൈറ്റ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ടുഡേ നൈറ്റ് എന്നോ അല്ലെങ്കിൽ ദിസ് നൈറ്റ് എന്നോ ഒന്നും പറയത്തില്ല. ടു നൈറ്റ് എന്നാണ് പറയേണ്ടത്. വാട്ട് അബൌട്ട് ഗോയിങ് ഫോർ എ വാക്ക് ടു നൈറ്റ്? ഇനി അടുത്തത്, ഇന്ന് രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയണം. അപ്പോൾ നമുക്കറിയാം ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ് വരും. അപ്പോൾ ഐ ഹാഡ് എ മീറ്റിംഗ്. ഇന്ന് രാവിലെ എന്ന് പറയാൻ നമ്മൾ ദിസ് മോർണിംഗ് എന്നാണ് പറയേണ്ടത്. സോ ഐ ഹാഡ് എ മീറ്റിംഗ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ മീറ്റിംഗ് ദിസ് മോർണിംഗ്. ഇനി അടുത്തത്, ഞാനത് പത്രത്തിൽ വായിച്ചു എന്ന് പറയണം. അതെങ്ങനെയാണ് പറയുന്നത്? ഐ റെഡ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഐ റെഡ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നാണ്. പക്ഷേ വായിച്ചു എന്ന് പറയാൻ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ റെഡ് എന്ന് വരും. സ്പെല്ലിങ് സെയിം ആണ്, പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. റെഡ് എന്നാണ് പറയേണ്ടത്. സോ ഐ റെഡ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഇനി ഞാനത് മൊബൈൽ ഫോണിൽ വായിച്ചു എന്ന് പറയേണ്ടതെങ്കിലോ അവിടെ പ്രൊപ്പസിഷൻ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ എങ്ങനെ വരും? ഐ റെഡ് ഇറ്റ് ഓൺ മൈ മൊബൈൽ ഫോൺ. ഐ റെഡ് ഇറ്റ് ഓൺ മൈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മൊബൈൽ ഫോണിൽ വായിച്ചു എന്നാണ് മീനിങ്. ഇനി നമ്മൾ ചോദിക്കാറില്ലേ, നീ ഫേസ്ബുക്കിലുണ്ടോ? ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? ആർ യു ഓൺ ഫേസ്ബുക്ക്? ആർ യു ഓൺ ഫേസ്ബുക്ക്? ഇവിടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് പറയുമ്പോൾ പ്രൊപ്പോസിഷൻ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ആർ യു ഓൺ ഫേസ്ബുക്ക്? ഇനി അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡിഡ് ഹി ടെൽ യു എനിത്തിങ്? ഡിഡ് ഹി ടെൽ യു എനിത്തിങ് എന്ന് പറഞ്ഞാൽ അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നാണ്. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും. ഡിഡ് ഹി ടെൽ യു എനിത്തിങ്? ഇനി അടുത്തത്, ഞാൻ അവളെ അടുത്ത ആഴ്ച വിളിക്കും. നമുക്കറിയാം അടുത്ത ആഴ്ച എന്ന് പറയാൻ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഐ വിൽ കോൾ ഹെർ നെക്സ്റ്റ് വീക്ക്. ഐ വിൽ കോൾ ഹെർ നെക്സ്റ്റ് വീക്ക്. ഇവിടെ ഭാവിയിലെ ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ വിൽ യൂസ് ചെയ്തത്. അതേപോലെ തന്നെ അടുത്ത ആഴ്ച എന്ന് പറയാൻ നെക്സ്റ്റ് വീക്ക്.
കഴിഞ്ഞയാഴ്ച എന്ന് പറയാൻ ലാസ്റ്റ് വീക്ക്. ഇങ്ങനെ വരുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഒരു പ്രൊപ്പോസിഷനും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ കഴിഞ്ഞയാഴ്ച അവിടെ പോയി എന്നാ പറയേണ്ടതെങ്കിലോ, ഐ വെന്റ് ദെയർ ലാസ്റ്റ് വീക്ക്. ഐ വെന്റ് ദെയർ ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞയാഴ്ച. സോ ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുക, നെക്സ്റ്റ് വീക്ക്, ലാസ്റ്റ് വീക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ ഒരിക്കലും പ്രൊപ്പോസിഷൻ ഒന്നും അതിൻ്റെ കൂടെ യൂസ് ചെയ്യാറില്ല. ഐ വെന്റ് ദെയർ ലാസ്റ്റ് വീക്ക്. ഞാൻ കഴിഞ്ഞയാഴ്ച അവിടെ പോയി. ഇനി അടുത്തത്, നീ എപ്പോഴാണ് മുംബൈയിലെത്തിയത്? ഇവിടെ എപ്പോഴാണ് എന്ന് ചോദിക്കാൻ വെൻ. എത്തിയത് എന്നുള്ളതായതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം ഡിഡ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. വെൻ ഡിഡ് യു അറൈവ് ഇൻ മുംബൈ? വെൻ ഡിഡ് യു അറൈവ് ഇൻ മുംബൈ? അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക എന്നാണ്. സോ വെൻ ഡിഡ് യു അറൈവ് ഇൻ മുംബൈ എന്ന് ചോദിച്ചാൽ നീ എപ്പോഴാണ് മുംബൈയിൽ എത്തിയത്? ഇവിടെ മുംബൈ എന്നുള്ളൊരു വലിയ സ്ഥലമാണല്ലേ. അപ്പം അത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ കൂടെ, അതായത് ഇപ്പം കൺട്രി ആകാം അല്ലെങ്കിൽ സിറ്റീസ് ആകാം, ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ പ്രൊപ്പോസിഷൻ ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വെൻ ഡിഡ് യു അറൈവ് ഇൻ മുംബൈ. ഇനി എനിക്ക് ഇങ്ങനെ പറയണം, എനിക്ക് 8 മണിയോടുകൂടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പം നമുക്കറിയാം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഹാവ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. 8 മണിയോടുകൂടി എന്നെങ്ങനെയാണ് പറയുന്നത്? ബൈ 8 o'clock. 8 മണിക്ക് എന്ന് പറഞ്ഞാൽ അറ്റ് 8 എന്ന് പറയും. 8 മണിയോടുകൂടി എന്ന് പറയണമെങ്കിൽ ബൈ 8 o'clock എന്ന്. സോ ഐ ഹാവ് ടു അറൈവ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ബൈ 8 o'clock. ഐ ഹാവ് ടു അറൈവ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ബൈ 8 o'clock. ഇവിടെ നമ്മൾ അറൈവ് അറ്റ് എന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്? റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ആണ്. സോ ബിൽഡിങ്ങിൻ്റെ കൂടെയൊക്കെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. സോ നേരത്തെ നമ്മൾ കണ്ടു അറൈവ് ഇൻ മുംബൈ. മുംബൈ ഒരു വലിയ സ്ഥലമാണ്, അതുകൊണ്ടാണ് അറൈവ് ഇൻ പറഞ്ഞത്. സോ ഇവിടെ ഐ ഹാവ് ടു അറൈവ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ബൈ 8 o'clock. എനിക്ക് 8 മണിയോടുകൂടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ടതുണ്ട് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൾ നിനക്ക് വേണ്ടി ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞാൽ എന്താ? അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ്. അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ. സോ അവൾ നിനക്ക് വേണ്ടി ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയാണ് എന്ന് പറയാനാണ് ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഇനി അടുത്തത്, ഞാൻ അവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി. കണ്ടുമുട്ടുക എന്ന് പറയുന്നത് മീറ്റ് എന്നാണ്. സോ കണ്ടുമുട്ടി എന്ന് പറയാൻ അതിൻ്റെ പാസ്റ്റ് ടെൻസ് മെറ്റ് എന്ന് വരും. ഐ മെറ്റ് ഹിം അറ്റ് ദി എയർപോർട്ട്. ഐ മെറ്റ് ഹിം അറ്റ് ദി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി എന്നാണ്. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നീ ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാറുണ്ടോ? അപ്പോൾ ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഞായറാഴ്ചകളിൽ എന്ന് പറയാൻ സൺഡേസ് എന്നാണ് പറയുന്നത്. സോ ഡു യു വർക്ക് ഓൺ സൺഡേസ്? ഡു യു വർക്ക് ഓൺ സൺഡേസ്? അപ്പം ഇങ്ങനെ ദിവസങ്ങളുടെ കാര്യം പറയുമ്പോൾ, അതായത് ഞായറാഴ്ചകളിൽ, തിങ്കളാഴ്ചകളിൽ അങ്ങനെയൊക്കെ പറയേണ്ടപ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഡു യു വർക്ക് ഓൺ സൺഡേസ്? നീ ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാറുണ്ടോ എന്നാണ് മീനിങ്. ഡു യു വർക്ക് ഓൺ സൺഡേസ്? ഇനി ഒരു പർട്ടിക്കുലർ ദിവസത്തെ പറയണം. അതായത് ഞാൻ അവളെ വ്യാഴാഴ്ച കാണും. സോ അതെങ്ങനെ പറയും? ഐ വിൽ മീറ്റ് ഹെർ ഓൺ തേഴ്സ്ഡേ. ഐ വിൽ മീറ്റ് ഹെർ ഓൺ തേഴ്സ്ഡേ. സോ ഒരു പർട്ടിക്കുലർ ദിവസത്തെ പറയാനും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഐ വിൽ മീറ്റ് ഹെർ ഓൺ തേഴ്സ്ഡേ. ഇനി അടുത്തത്, ഞാനിപ്പോൾ ഫോണിലാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ പറയണം. അതെങ്ങനെ പറയും? ഇപ്പോൾ എന്ന് പറയാൻ റൈറ്റ് നൗ. ഫോണിലാണ് എന്ന് പറയാൻ ഓൺ ദ ഫോൺ എന്നാണ് പറയുന്നത്. ഐ ആം ഓൺ ദ ഫോൺ റൈറ്റ് നൗ. അതായത് ഞാനിപ്പോൾ ഫോണിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മീനിങ് ആണ്. ഐ ആം ഓൺ ദ ഫോൺ റൈറ്റ് നൗ. ഇനി നമ്മൾ പറയത്തില്ലേ, അവൾ അടുക്കളയിലാണ്. ഇങ്ങനെ അടുക്കള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ചുവരുകളുള്ള ഒരു മുറിയാണല്ലേ. അപ്പം ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും അകത്ത് എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മൾ ഇൻ എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ അതെങ്ങനെ പറയും? ഷീ ഈസ് ഇൻ ദ കിച്ചൺ. ഷീ ഈസ് ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞാൽ അവൾ അടുക്കളയിലാണ് എന്നാണ് മീനിങ്. ഇനി നമുക്കൊരു ലൊക്കേഷൻ പറയണം. ആ സമയത്ത് നമ്മൾ അറ്റ് എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നീ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പം ഞാൻ വീട്ടിലാണ് എന്ന് പറയണം. അപ്പോൾ അതൊരു ലൊക്കേഷനാണ്.
അവിടെ ഐ ആം അറ്റ് ഹോം എന്നാണ് പറയുന്നത്. ഐ ആം അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലാണ് എന്നാണ് മീനിങ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.